പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കർത്താവ് കായേലിനോട് പറയുന്നുണ്ട്, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ട്, അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുവാനുള്ള ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ പല വിധത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്തി നന്മകൾ ചെയ്യാതെ നാം കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ല എങ്കിൽ പാപം ചെയ്യുന്നു എന്ന് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ബൈബിളിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ ധനവാൻ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മരണശേഷം ധനവാൻ എത്തിച്ചേരുന്നത് നിത്യ നരകത്തിലേക്കാണ്. നിത്യനരകത്തിൽ എത്താനുള്ള കാരണം അവൻ ചെയ്ത പാപം ലാസറിനെ പരിഗണിച്ചില്ല. ചെയ്തു കൊടുക്കേണ്ടതായ നന്മകൾ ധനവാൻ ലാസറിന് ചെയ്തു കൊടുക്കാതിരുന്നത് കൊണ്ടാണ് നിത്യനരകത്തിൽ പ്രവേശിക്കുവാനായിട്ട് കാരണമായത്. അപ്പോൾ ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുമ്പോൾ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റിനും വേദനയും കഷ്ടതയും അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. അവരെ നാം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സ്വാർത്ഥപരമായി നാം ജീവിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് നിത്യ നരകത്തിലായിരിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 25-ാം തിരുവചനം മുതൽ നല്ല സമറിയക്കാരൻ്റെ ഉപമ നാം വായിക്കുന്നുണ്ട്. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട് ആ വ്യക്തിയെ ശുശ്രൂഷിക്കുകയും സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിക്കുകയും അവനോട് കരുണ കാണിക്കുകയും ചെയ്ത നല്ല അയൽക്കാരനെ യേശു അഭിനന്ദിക്കുകയാണ് ചെയ്തത്. താൻ ഓരോരുത്തരും അതുപോലെ പ്രവർത്തിക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. നന്മകൾ ചെയ്യുമ്പോൾ നാം സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നന്മകൾ ചെയ്യുന്നില്ലെങ്കിൽ നാം പാപം ചെയ്യുകയാണ്. നാം പലപ്പോഴും ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പല നന്മകളും നാം ഉപേക്ഷിക്കുന്നുണ്ട്. യേശുവിൽ വധശിക്ഷയ്ക്ക് അർഹമായ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുന്ന പീലാത്തോസ് ജനപ്രീതി നേടാനായി ജനങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുകയാണ് ചെയ്യുന്നത്. നന്മകൾ ചെയ്യുവാനും നന്മയിൽ വളരുവാനും നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.